വണ്ടർ ഫാക്ട്. ആദ്യ ഡാം ദുരന്തങ്ങൾക്കും വെള്ളപ്പൊക്കങ്ങൾക്കും കുപ്രസിദ്ധിയാർന്ന രാജ്യമാണ് ചൈന. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന ഗുവാനുവോ എന്ന നദിയിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം കാരണം പതിനായിരങ്ങളാണ് ഓരോ വർഷവും വീടും സ്ഥലവും നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെടുന്നത്. ഈ നദിയിലെ വെള്ളം കുറയ്ക്കാനും വൈദ്യുതി ഉൽപ്പാദനത്തിനുമായി ചൈനീസ് ഗവൺമെന്റ് ഡാം നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കുന്നത്. അതിൽ പ്രധാനമായിരുന്നു ബെൻജിയാവോ ഡാം പ്രൊജക്ട്. 3 ഡാമുകൾ ചേർന്ന ഒരു പദ്ധതിയായിരുന്നു അത്. 1975 ഓഗസ്റ്റ് മാസത്തിൽ മീന എന്ന കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ 3 ദിവസത്തെ ശക്തമായ മഴയിൽ ചൈനയിലെ പ്രധാന നദികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. തുടർന്നുണ്ടായ ശക്തമായ നീരൊഴുക്ക് കാരണം ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ഷിമാന്തർ ഡാം നിറഞ്ഞു കവിഞ്ഞു. ടാൻജിയാവോ ഡാമിന്റെ റിസർവിയർ ഡാമായിരുന്നു ഇത്. ഡാം നിറഞ്ഞെങ്കിലും ശക്തമായ മഴയിൽ കരകവിഞ്ഞൊഴുകുന്ന നദിയിലേക്ക് ജലം തുറന്നു വിടുവാൻ അധികാരികൾ സമ്മതിച്ചില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം ദുരന്തം മുന്നിൽ കണ്ട് ഷട്ടറുകൾ തുറക്കാൻ നോക്കിയെങ്കിലും ചളി അടിഞ്ഞുകൂടിയതിനാൽ ആ ശ്രമം പരാജയപ്പെട്ടു. അപ്പോഴേക്കും ഡാം നിറഞ്ഞു കവിഞ്ഞ് തകരാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തന്നെ ഡാമിന്റെ ഒരു ഭാഗം പൊട്ടി ശക്തമായ ജലം പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ഡാം പൊട്ടി ഒഴുകിയെത്തിയ വെള്ളത്തിന്റെയും മഴയുടെയും ശക്തിയാൽ തൊട്ടടുത്ത 64 ഡാമുകളാണ് തകർന്നത്.